ഒരുപാട് അങ്ങ് പേഴ്സണലായി പോവാതെ ഉള്ള ഫാൻ ഫൈറ്റുകളൊക്കെ ബിഗ് ബോസ് സീസൺ 8 പടിവാതിൽ വരെ കാത്തിരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. അനുമോളാണെങ്കിൽ ആ ഒരു കേട്ടതിൻ്റെ വിഷമങ്ങൾ അനുമോൾക്ക് ഉണ്ടായിട്ടുണ്ട്. അനീഷിനെ കൊണ്ട് അതിന് മറുപടി പറയിപ്പിക്കുകയും ചെയ്യുക. സീസൺ 8 തുടങ്ങുന്നു. വൈറ്റ് ഗോൾഡിൻ്റെ മോഡൽ ലക്ഷ്മിയാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 8 മുന്നോടിയായിട്ടുള്ള അഗ്നി പരീക്ഷയ്ക്ക് ഇനി 18 ദിവസം കൂടെ, അതായത് ഏകദേശം ഓഗസ്റ്റ് 16 നമ്മുടെ മുമ്പിലേക്ക് എത്തുകയാണ് അഗ്നി പരീക്ഷ. അതായത് നമ്മുടെ കോമണേഴ്സാണ് ഇതിൽ മത്സരിക്കാൻ പോകുന്നത്. അതിൽ ജഡ്ജസായിട്ട് വരുന്ന നമ്മുടെ മുൻ ബിഗ് ബോസ് താരങ്ങളാണെന്നൊക്കെ പറയുന്നുണ്ട്. അഖിൽ മാരാർ, റിയാസ് സലീം, രഞ്ജിനി ഹരിദാസ്, അങ്ങനെ അനീഷ്, സാബുമോൻ, അങ്ങനെ കുറേ പേരുടെ പേരുകൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ഓക്കെ, ഷൂട്ടിംഗ് ഏകദേശം തുടങ്ങി. ഇതൊക്കെ ഏകദേശം 90% ഈ കേൾക്കുന്ന ന്യൂസുകളെല്ലാം കറക്റ്റായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഇങ്ങനെ ന്യൂസ് വരുന്നു, നമ്മളൊക്കെ അത് ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നു. പക്ഷേ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 7 ടോപ്പ് 2 കണ്ടസ്റ്റൻസ് അനീഷ് ആൻഡ് അനുമോൾ. മെജോറിറ്റി ബിഗ് ബോസ് പ്രേക്ഷകരും ഇവരുടെ 2 പേരിൽ ആരെങ്കിലും ഒരാളുടെ ഫാൻസ്, അല്ലെങ്കിൽ 2 പേരുടെയും ഫാൻസ് ആയിരുന്നവർ ഒക്കെ ആയിരുന്നിരിക്കും അല്ലേ. ഇപ്പോൾ ഇത്രയും കാലം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇത്രയും കാലമായിട്ട് ഒരു ഇൻ്റർവ്യൂ പോലും കൊടുക്കാതിരുന്ന അനീഷ് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരിക്കുകയാണ്. അതിൽ ഇൻ്റർവ്യൂ ചെയ്തിരിക്കുന്ന ലക്ഷ്മി നക്ഷത്ര ആരാണെന്നറിയാമോ? ബിഗ് ബോസ് മലയാളം സീസൺ 8 സ്പോൺസർ വൈറ്റ് ഗോൾഡിൻ്റെ മോഡലാണ്. അതായത് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ റോയ് സാറിൻ്റെ ബ്രദറാണ് വൈറ്റ് ഗോൾഡിൻ്റെ ബാബു സാറ്. ആ വൈറ്റ് ഗോൾഡിൻ്റെ മോഡലാണ് അല്ലേ ലക്ഷ്മി നക്ഷത്ര. വീണ്ടും ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 7 പ്രേക്ഷകരെ എല്ലാം കൂട്ടിക്കൊണ്ടു പോകുന്ന തരത്തിലുള്ള ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. അപ്പോൾ ബിഗ് ബോസ് പ്രേക്ഷകരെ എല്ലാം ഒരു കുടക്കീഴിൽ ഒന്നിപ്പിക്കാൻ ഏറ്റവും നല്ല ഒരു മാർഗമാണ് ബിഗ് ബോസ് സീസൺ 7 ടോപ്പായിട്ടിരുന്ന കണ്ടസ്റ്റൻസിൻ്റെ ഇൻ്റർവ്യൂസ്. അല്ലെങ്കിൽ ആ ഇൻ്റർവ്യൂയിലൂടെ കുറച്ച് കോൺട്രവേഴ്സി അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പോൾ ബിഗ് ബോസ് പ്രേക്ഷകരെല്ലാം ഒത്തുകൂടും. അവിടെ ഒരു ചർച്ച ഉണ്ടാവും. അത് തന്നെ ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. അനീഷ് ഫാൻസിനോടും അനുമോൾ ഫാൻസിനോടും എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഇപ്പോഴും ഇവരെ 2 പേരെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ? 2 പേരും ഗെയിമേഴ്സാണ്, 2 പേരും ടോപ്പ് 2 ആണ്. ഓക്കെ, അനുമോളെ വ്യക്തമായിട്ട് അറിയാവുന്ന എല്ലാവർക്കും അറിയാം അനുമോൾ അവിടെ ഗെയിം കളിക്കുകയായിരുന്നെന്നും, അല്ലെങ്കിൽ അനുമോളുടെ രീതികൾ അങ്ങനെയൊക്കെ ആയിരുന്നെന്നും, അനീഷ് തെറ്റിദ്ധരിക്കപ്പെട്ട പോലെയൊന്നും അനുമോൾ ചിന്തിച്ചിട്ടില്ലെന്നും. പക്ഷേ ഇപ്പുറത്ത് അനീഷിൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അനീഷിനെ സംബന്ധിച്ചിടത്തോളം അനീഷ് അങ്ങനെ ഒരുപാട് ഇപ്പോൾ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് ഒരുപാട് TV പ്രോഗ്രാംസ് ഒക്കെ കാണുന്ന പുള്ളിക്കാരൻ്റെ ഒരു എഴുത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ പുള്ളിയുടേതായ ഒരു ലോകത്ത് ഒതുങ്ങിക്കൂടുന്നൊരു വ്യക്തിയായിരുന്നു. പുള്ളിയുടേതായ കുറേ, അപ്പോൾ ഒരു പക്ഷേ അനുമോളുടെ കോമഡി സ്റ്റാർസ് അങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ കണ്ടിട്ടുണ്ടാവും എന്നുള്ള സംശയമാണ്. കണ്ടിട്ടുണ്ടാവും, എപ്പോഴെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും. സ്ഥിരം പ്രേക്ഷകർ. അപ്പം നമ്മൾ പ്രേക്ഷകർക്ക് അനുമോൾ സുപരിചിതയായിരുന്ന പോലെ ചിലപ്പോൾ അനീഷിന് ആവണമെന്നില്ല. ഓരോരുത്തരും ഓരോ രീതിയല്ലേ, ഓരോരുത്തരുടെ രീതികൾ ഓരോന്നല്ലേ. അനീഷ് ബിഗ് ബോസ് കാണാറുണ്ടായിരുന്നെങ്കിലും ഇപ്പം സീരിയലോ അങ്ങനെയുള്ള കോമഡി പ്രോഗ്രാംസോ ഒക്കെ കാണണം എന്നൊന്നും ഇല്ലല്ലോ. അനീഷ് അതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ, അപ്പം മേക്കപ്പ് കൂടിപ്പോയപ്പം അനുവിനെ കണ്ടിട്ട് മനസ്സിലായില്ല, അല്ലെങ്കിൽ അനുവിൻ്റെ കുറച്ച് ബിഹേവിയർ, അല്ലെങ്കിൽ അനുവിൻ്റെ കുറച്ച് പെരുമാറ്റങ്ങൾ, അനുവിൻ്റെ കുറച്ച് രീതികൾ. കാരണം അനീഷിനെ സംബന്ധിച്ചിടത്തോളം അനീഷ് ഒരു പ്രത്യേക തരത്തിലുള്ള അങ്ങനെയുള്ള ഒരുപാട് ഇങ്ങനെ പെൺപിള്ളേരൊക്കെ ആയിട്ട് മിങ്കിൾ ചെയ്ത് അങ്ങനെയൊന്നും ശീലമില്ല. പിന്നെ കുറച്ച് ഒറ്റപ്പെടലുകൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളപ്പം അനുവിനെ പോലുള്ള തന്നോട് കാണിക്കുന്ന ആ സോഫ്റ്റ് കോർണറും തന്നോട് കാണിക്കുന്ന ആ അടുപ്പവും തന്നോട് കാണിക്കുന്ന കെയറിങ്ങും അങ്ങനെയൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ കൂടെ അനുവിൻ്റെ കുറേ തമാശയായിട്ടുള്ള കുറേ കാര്യങ്ങളും ഉണ്ടായിരുന്നല്ലോ. അതിനൊന്നും നമ്മൾ ഇല്ലായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. ഇതെല്ലാം കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും അനീഷ് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവാം. അനീഷിൻ്റെ ഒരു ക്യാരക്ടർ അനുസരിച്ചും അനീഷ് അത് ഒരു പക്ഷേ അത് ജെന്യുവിനായിട്ട് തന്നെ ആയിരിക്കും അനീഷ് അത് അങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കുകയും ജെന്യുവിനായിട്ട് തന്നെ പ്രപ്പോസ് ചെയ്തത് ആവണം. അതുകൊണ്ടാണല്ലോ പുള്ളി ഇപ്പോഴും അങ്ങനെ പറയുന്നത്. പക്ഷെ അത് അങ്ങനെയല്ല എന്ന് അനു അങ്ങനെയല്ലായിരുന്നു, അല്ലെങ്കിൽ അനുവിൻ്റെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ലയെന്ന് അറിയുന്ന ആ സമയം തന്നെ പുള്ളി കട്ട് ചെയ്തു. അതിപ്പം വീണ്ടും പുള്ളി വന്നിരുന്ന് എനിക്കൊരു കാര്യം വെളിപ്പെടുത്താനുണ്ട് എന്ന് പറഞ്ഞ് അനീഷ് വെളിപ്പെടുത്തും എന്നൊക്കെ ക്യാപ്ഷൻ കൊടുക്കുമ്പോൾ വെളിപ്പെടുത്താനുണ്ട് എന്ന് പറഞ്ഞ് ഒരു ഇൻ്റർവ്യൂ കൊടുത്തതൊന്നുമല്ല. കാരണം അനീഷ് ഈ കാര്യം ലൈൻ കട്ട് എന്നുള്ള കാര്യം ഒരുപാട് അഞ്ജന മാഡത്തിൻ്റെ കൂടെയുള്ള ഇൻ്റർവ്യൂയിലും പിന്നെ ഏതൊക്കെയോ മൈൽ സ്റ്റോണിൻ്റെ സ്റ്റേജ് പ്രോഗ്രാമിലൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം തന്നെ ഇപ്പം ലക്ഷ്മി
ചോദിക്കുമ്പം ചോദിച്ചതിൻ്റെ ആൻസറായിട്ട് ഈ ഒരു കാര്യം സംസാരിക്കുന്നത്. അപ്പം പേര് പറയാതെ സംസാരിച്ചപ്പോൾ ലക്ഷ്മി നക്ഷത്ര വീണ്ടും എടുത്ത് ചോദിക്കുമ്പോഴാണ് അതിന് ആൻസറായിട്ട് അനീഷിൻ്റെ കാര്യം ക്ലിയർ ആയിട്ട് പറയാണ്. അതിൽ സത്യത്തിൽ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും അനുമോളെ മനഃപൂർവ്വം കുറ്റപ്പെടുത്തി പറഞ്ഞതോ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. കാരണം ഇപ്പം ഈ അനീഷ് ഫാൻസും അനുമോൾ ഫാൻസും മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവരുടെ രണ്ടുപേരുടെയും ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ രണ്ടുപേരും കറക്റ്റായിരിക്കാം. കാരണം അനുമോളെ സംബന്ധിച്ചിടത്തോളം അനുമോൾ ഒരു സെലിബ്രിറ്റി ആയിരുന്നു. ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പേ അനുമോൾ ഒത്തിരി ഫാൻസ് ഉള്ളതും അല്ലെങ്കിൽ ഒത്തിരി ആളുകളുമായിട്ട് ഇടപെടുന്നതും ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്നതും ഒരു സെലിബ്രിറ്റി ആയിട്ട് ജീവിച്ച വ്യക്തിയാണ്. ഒരുപാട് ഇങ്ങനെയുള്ള ആളുകളെ കണ്ടും കേട്ടും അല്ലെങ്കിൽ അവരോട് ഇടപഴകുകയും ഒരുപാട് പ്രോഗ്രാമുകളിൽ പങ്കെടുത്തും. അപ്പോൾ അനുമോക്ക് ആ ഒരു രീതിയിൽ ഞാൻ അന്ന് അനുമോള് അങ്ങനെ കാണിക്കണ്ടായിരുന്നു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തിനാ ചെയ്യുന്നതെന്ന് വിമർശിച്ച വ്യക്തിയാണ്. പക്ഷെ ഇപ്പൊ ചിന്തിക്കുമ്പോൾ എന്താണ്, അനുമോള് ആ ഒരു രീതിയിൽ ആണ് ജീവിച്ച വ്യക്തിയാണ്, അല്ലെങ്കിൽ എല്ലാവരുമായിട്ട് അങ്ങനെ മിങ്കിൾ ചെയ്ത് ഇടപെട്ട വ്യക്തിയാണ്. അപ്പൊ അതിലിങ്ങനെ ആ ഒരു എല്ലാ തമാശകളും കാര്യങ്ങളും കോമഡി പ്രോഗ്രാംസിലും പല കാര്യങ്ങളും അപ്പം ആ ഒരു രീതിയിലൊക്കെ അതുപോലെ ഇതിനെയും കണ്ടിട്ടുണ്ടാവുള്ളൂ. അപ്പം ഇത്രയും സീരിയസ് ആയിട്ട് ഓപ്പോസിറ്റുള്ള വ്യക്തി അല്ലെങ്കിൽ അനീഷിനെ പോലുള്ളൊരു വ്യക്തി ഇത്ര സീരിയസ് ആയിട്ട് എടുക്കുമെന്ന് അനുമോൾ ചിന്തിച്ചിട്ടില്ല. അതുപോലെ തന്നെ അനീഷിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അനീഷ് എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തമാശയായിട്ട് ചെയ്ത് ശീലിച്ച വ്യക്തിയല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒത്തിരി പേരുമായിട്ട് മിങ്കിൾ ചെയ്തിട്ടില്ല. ഒരുപാട് പ്രോഗ്രാമുകളിലൊന്നും അങ്ങനെയുള്ള പ്രോഗ്രാമുകളിലൊന്നും പങ്കെടുത്തോ അല്ലെങ്കിൽ ഒരുപാട് കമ്മ്യൂണിക്കേഷൻ ഉള്ളതോ അല്ലെങ്കിൽ ഒരുപാട് അങ്ങനെയുള്ള ആളൊന്നുമല്ല. കാരണം അത് തമാശയാണെന്ന് മനസ്സിലായില്ല, അല്ലെങ്കിൽ ആ ഉള്ളിൽ അങ്ങനെ ഒരു അത് ജെനുവിൻ ആണെന്നുള്ളൊരു ഫീലിംഗ് പുള്ളിക്കും തോന്നിക്കണം. അത് പുള്ളിയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പം അത് കറക്റ്റ് അല്ലേ. അപ്പം നമ്മളിപ്പം ഷോയുടെ സമയത്ത് നമ്മളെല്ലാവരും ബിഗ് ബോസ് ഫാൻസ് എല്ലാവരും അവനവന് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസ് ഉണ്ടാവും, ഇഷ്ടപ്പെട്ട ആളുകളുണ്ടാവും, അവരവരുടെ ഭാഗത്ത് നിന്ന് നമ്മൾ സംസാരിക്കുകയല്ലേ. ഓരോ ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കമൻറ്റുകളിലൂടെയും വീഡിയോകളിലൂടെയും ഒക്കെ സംസാരിക്കുന്നുണ്ട്. അതൊരു ആ ഷോയുടെ ഇതാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം. അത്യാവശ്യം ഒരുപാട് അങ്ങ് പേഴ്സണലായി പോവാതെ ഉള്ള ഫാൻ ഫൈറ്റുകളൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ഷോ കഴിഞ്ഞ് ഇത്രയും കാലമായിട്ട് അവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും അറിയാം. രണ്ടുപേരുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ കറക്റ്റാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുമ്പം അതൊരു രസമായിട്ടുണ്ട്. കാരണം ബിഗ് ബോസ് സീസൺ 8 പ്രേക്ഷകരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ള അജണ്ടയുടെ ഭാഗമായിട്ട് നടന്ന ഒരു ഇൻ്റർവ്യൂ പോലെ എനിക്ക് തോന്നുന്നത്. കാരണം ബിഗ് ബോസ് സീസൺ 7 കുറിച്ച് എല്ലാവരും ഒന്നും കൂടെ ഓർമ്മിക്കാനും അതിലുണ്ടായിരുന്ന ഫാൻസുകളെല്ലാം ഒന്നും കൂടെ ഒരു സ്ലീപ്പർ സെൽസ് എല്ലാം ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കാനും ഒക്കെയുള്ള കാര്യമായി. പിന്നെ വേറൊരു വിവാദം എന്ന് പറഞ്ഞാൽ റിയൽ വിന്നർ എന്നുള്ള കാര്യം. അനീഷ് ഒരു ഭാഗത്ത് കേട്ടത് അനീഷാണ് റിയൽ വിന്നർ അങ്ങനെ ഒരുപാട് പേര് അത് അങ്ങനെ സംസാരിക്കുന്നത്. അങ്ങനെ ഒരു ബോധ്യം ഉള്ളിൽ ഞാനായിരുന്നു വിന്നർ ആവേണ്ടിയിരുന്നത് എന്നൊരു ബോധ്യം പുള്ളിൻ്റെ ഉള്ളിലുണ്ടെന്ന് തോന്നുന്നു. കാരണം ഒരുപാട് പേര് അങ്ങനെ സംസാരിക്കുമ്പോൾ അനീഷ് അങ്ങനെ ചിന്തിച്ചിരിക്കുന്നു. അനുമോളാണെങ്കിൽ ആ ഒരു കേട്ടതിൻ്റെ വിഷമങ്ങൾ അനുമോൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഒക്കെ ആണെങ്കിലും ആരെങ്കിലും ഒരാൾ വിന്നറാവും. ഇവർ രണ്ടുപേരും കഴിവുള്ളവർ തന്നെയാണ്. ഞാനിപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇവർ ടോപ്പ് 2 ആണ്. രണ്ടുപേരും നല്ല കണ്ടസ്റ്റൻസ് ആയിരുന്നു, എനിക്ക് ഇഷ്ടമുള്ള കണ്ടസ്റ്റൻസ് ആയിരുന്നു. അപ്പം അവസാന ടൈമിൽ ഞാൻ അനീഷിനെയാണ് സപ്പോർട്ട് ചെയ്തിരുന്നത്. അതിന് കാരണവും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്ന് വിചാരിച്ചുകൊണ്ട് അനുമോളോട് എനിക്ക് ദേഷ്യമൊക്കെ ഞാൻ എല്ലാ വീഡിയോകളിലും തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിനുശേഷമുള്ള അത് ആ ബിഗ് ബോസ് കഴിഞ്ഞപ്പം അത് കഴിഞ്ഞ് രണ്ടുപേരെ ഇഷ്ടപ്പെട്ട വ്യക്തികളായിരുന്നു, രണ്ടുപേർക്കും കഴിവുണ്ടായിരുന്നു. ആ ബിഗ് ബോസ് സീസൺ 7 കണ്ടന്റ് കൊടുക്കുകയും സീസണെ ഹൈയിലേക്ക് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തത് ഇവർ രണ്ടുപേരും തന്നെയാണ് അല്ലേ. അപ്പം അവരുടെ ഫാൻസ് എല്ലാവരും ഇപ്പം ആ ഒരു കമൻറ്റ് ബോക്സിൽ കടന്ന് വീണ്ടും അടി കൂടുന്നുണ്ട്. അതിൻ്റെ സെക്കൻഡ് പാർട്ട് വന്നിട്ടില്ല. എന്നാലും ഫസ്റ്റ് പാർട്ട് കണ്ടപ്പോൾ തന്നെ ഞാനിപ്പം തമ്പനയിൽ കൊടുത്തിരിക്കുന്ന ഒരു സ്പോൺസേർഡ് ഇൻ്റർവ്യൂ എന്ന് ചോദിച്ചത് എനിക്കിങ്ങനെ ആ ഇൻ്റർവ്യൂ കണ്ടപ്പം അങ്ങനെ തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ ലക്ഷ്മിക്ക് അനീഷിനെ ഇൻ്റർവ്യൂ എടുക്കാൻ ഇത്രയും ലേറ്റ് ആകേണ്ട ആവശ്യം ഈ ബിഗ് ബോസ് ബിഗ് ബോസ് സീസൺ 8 പടിവാതിൽ വരെ കാത്തിരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. എത്രയോ കാലം ഉണ്ടായിരുന്നു. അവർ തൊട്ടടുത്തുള്ള ആളുകളാണ്. ബിഗ് ബോസ് സീസൺ 7 കഴിഞ്ഞോ ലക്ഷ്മി വിചാരിച്ചാൽ ഇൻ്റർവ്യൂ ഒക്കെ എടുക്കാമായിരുന്നതേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഈ ബിഗ് ബോസ് സീസൺ 8 തുടങ്ങുന്നു. വൈറ്റ് ഗോൾഡിൻ്റെ മോഡൽ ലക്ഷ്മിയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച്
അനീഷിൻ്റെ ഒരു ഇൻ്റർവ്യൂ വെറുതെ ഒരു ഇൻ്റർവ്യൂ എന്നല്ല. അനീഷിൻ്റെ ഇൻ്റർവ്യൂവിൽ ഏറ്റവും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള, ഏറ്റവും ചർച്ചയായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിക്കുകയും അനീഷിനെ കൊണ്ട് അതിന് മറുപടി പറയിപ്പിക്കുകയും ചെയ്യുക, അതിന് സ്ത്രീ വിരോധി അങ്ങനെയുള്ള ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ച് വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് പോയിന്റുകളൊക്കെ എടുത്തിടുകയും ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ബിഗ് ബോസ് പ്രേക്ഷകർ അതിനെക്കുറിച്ച് സംസാരിക്കും. വീഡിയോ ചെയ്യുന്ന ആളുകൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യും. ഓക്കെ, ഞാൻ 2-3 ദിവസം വൈകി. വീഡിയോകളെല്ലാം ആവശ്യത്തിന് വന്നു കഴിഞ്ഞല്ലേ ആ ഇൻ്റർവ്യൂവിൽ അനീഷ് പറഞ്ഞതിനെ ചൊല്ലിയുള്ളത്. അപ്പോൾ അതൊക്കെ തന്നെയാണ് ബിഗ് ബോസ് ടീമും ബിഗ് ബോസ് മേക്കേഴ്സും സ്പോൺസർമാരെല്ലാം ഉദ്ദേശിച്ചെങ്കിൽ അത് ഏറെക്കുറെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ 2ാം ഭാഗം വന്നിട്ടില്ല. പിന്നെ ഇപ്പോൾ അനുവിൻ്റെ ഇൻ്റർവ്യൂ വരുമെന്ന് പറയുന്നു. എന്തായാലും ബിഗ് ബോസ് സീസൺ 8 ഉള്ളൊരു തുടക്കമായിട്ട് ഞാൻ ആ ഇൻ്റർവ്യൂവിനെ കാണുകയാണ്. അല്ലാതെ എനിക്ക് അതിലിപ്പം പ്രത്യേകിച്ച് പുതിയതായിട്ടൊന്നും കിട്ടിയില്ല. കാരണം അതിൽ ഇപ്പം അനീഷ് വന്നിരുന്ന് മനഃപൂർവ്വം പറഞ്ഞതായിട്ടും തോന്നിയില്ല. കാരണം ലക്ഷ്മി നക്ഷത്ര ചോദിച്ച് അനീഷിനെ കൊണ്ട് സംസാരിപ്പിക്കുകയാണ്. പറഞ്ഞ അനീഷ് വീണ്ടും കള്ളം പറയുന്നു, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കുറേ വീഡിയോകൾ കണ്ട്. എനിക്കത് കണ്ടപ്പം ശരിക്കും തോന്നി ഇവരൊക്കെ ഇതെന്താണ് പറഞ്ഞത്. കാരണം അനീഷ് ഇത് എപ്പോഴും എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇൻ്റർവ്യൂ ആയിട്ട് വന്നിരുന്ന പറഞ്ഞിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. അഞ്ജന മാഡത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ ആ കാര്യം സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, അതല്ലാതെ വേറൊരു ഇൻ്റർവ്യൂ ആയിട്ട് പറഞ്ഞില്ലെങ്കിലും അനീഷ് 1-2 പ്രോഗ്രാമുകളിൽ കൃത്യമായിട്ട് തന്നെ അത് സംസാരിച്ചിട്ടുള്ള കാര്യം. അത് മാത്രമാണ് ഇപ്പോൾ ഇതിലും സംസാരിച്ചത്. ഇനി സെക്കൻഡ് പാർട്ടിൽ ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമോ എന്ന് അറിയത്തില്ല. അനുമോൾ ഫാൻസും അനീഷ് ഫാൻസും എല്ലാവരും ബിഗ് ബോസ് പ്രേക്ഷകർ തന്നെയാണല്ലോ. അപ്പം നമുക്ക് എല്ലാവർക്കും ഇനിയിപ്പം ബിഗ് ബോസ് 8 വിശേഷങ്ങൾ സംസാരിക്കാം. ബിഗ് ബോസ് 8 അഗ്നിപരീക്ഷയുടെ വിശേഷങ്ങൾ സംസാരിക്കാം. നിങ്ങൾക്ക് എന്താ പറയുക, ബിഗ് ബോസ് സീസൺ 8 കുറിച്ചുള്ള പ്രതീക്ഷകളൊക്കെ എന്താണ്? ഈ ഇൻ്റർവ്യൂ ഒക്കെ കണ്ടപ്പോൾ എന്താണ്? നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.